ഇപ്പോൾ ഷാഫി പറമ്പിൽ MP കൂടി ചേരുന്നു. ഷാഫി, ഒരു വലിയ വിജയത്തിന്റെ സന്തോഷത്തിലാണ്, വലിയൊരു കാത്തിരിപ്പിന് അവസാനമായിരിക്കുകയാണ്. എങ്ങനെ പ്രതികരിക്കുന്നു? ഈ സന്തോഷത്തിൽ എങ്ങനെ പങ്കുചേരുന്നു? നിങ്ങളൊരു വരൾച്ച മൂലം പ്രയാസപ്പെട്ടിരുന്നൊരു ജനതയ്ക്ക് കുടിവെള്ളം എത്തിയതുപോലെ ആയിരിക്കും ഇപ്പൊ ഇന്ത്യയിലെ ക്രിക്കറ്റ് പ്രേമികളുടെ, ഈ രാജ്യത്ത് ഇഷ്ടപ്പെടുന്ന ആളുകളുടെ അവസ്ഥ എന്നുള്ളതാണ്. എത്രയോ വർഷങ്ങളായി നമുക്ക് ടാലന്റ് ഇല്ലാഞ്ഞിട്ടല്ല, നമുക്ക് നല്ല ടീം ഇല്ലാഞ്ഞിട്ടല്ല, സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമാവാഞ്ഞിട്ടായിരുന്നില്ല, കാണികൾ നമ്മളോടൊപ്പം ആവാഞ്ഞിട്ടായിരുന്നില്ല. പക്ഷെ എന്തോ പലപ്പോഴും ഫൈനലിലോ ചിലപ്പോഴൊക്കെ സെമിയിലോ നമ്മുടെ സ്വപ്നങ്ങൾ വീണുടങ്ങി. അപ്പൊ അതിനെല്ലാം കവച്ചു വെക്കുന്ന തരത്തിൽ അതിമനോഹരമായൊരു വിജയം നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നമ്മുടെ രാജ്യത്തിന് സമ്മാനിച്ചിരിക്കുന്നു. സന്തോഷകരമാണ്, അഭിമാനകരമാണ്. പ്രത്യേകിച്ച് മത്സരം ഒരു വേള നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്ന് നമ്മൾ എല്ലാവരും വിശ്വസിച്ചു. ക്ലാസിന്റെ അക്ഷർ പട്ടേലിന്റെ ഒരു ഓവറിലെ പെർഫോമൻസ് അത് നമ്മുടെ സമാധാനത്തെ കെടുത്തി. അവസാനം ഒരു T20 മത്സരത്തിൽ 6 വിക്കറ്റ് കയ്യിലുള്ളപ്പോൾ 23 ബോളിൽ 26 റൺ അല്ലെങ്കിൽ 24 ബോളിൽ 26 റൺ എന്നുള്ള ഘട്ടത്തിലേക്ക് വരെ അവരെത്തിയപ്പോ കളി വീണ്ടും ഒരിക്കൽ കൂടെ നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ്. നമ്മളെല്ലാം ഭയന്നു. പക്ഷെ ഹാർദിക് പാണ്ഡ്യ ക്ലാസിനെ പുറത്താക്കിയ ഒരു ഓവർ, ഹാർദിക് പാണ്ഡ്യ ഞാൻ ഇപ്പൊ 1-2 ചാനലിൽ പറയായിരുന്നു, നമ്മള് മുംബൈ ഇന്ത്യൻസിന്റെ തർക്കത്തിൽ പലപ്പോഴും നമ്മുടെ രോഹിത്തിന്റെ കൂടിയായിരുന്നു. പക്ഷെ ഇന്ത്യൻ ടീമിന്റെ കാര്യം വന്നപ്പോ രോഹിത്തും പാണ്ഡ്യയും കൂടി അദ്ദേഹത്തെ എടുത്ത തീരുമാനങ്ങൾ, ആ ഓവർ അദ്ദേഹത്തെ ഏൽപ്പിച്ച് ക്ലാസിനെ പുറത്താക്കിയ ആ ഒരു ഓവർ, അതിന് ശേഷം അദ്ദേഹം മില്ലറെ പുറത്താക്കിയ ഒരു ഓവർ, വളരെ നിർണായകമായ 2 ഓവറുകൾ. അതിനിടയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രോഹിത്തിന്റെ ക്യാപ്റ്റൻസിയും ജസ്പ്രീത് ബുംറ എന്ന ബൗളർ ലോകത്തെ വിസ്മയിപ്പിക്കുന്നത് റിയൽ ഗോട്ട് ഇൻ ക്രിക്കറ്റ് ബൗളിംഗ്. ക്രിക്കറ്റിലെ ഒരു ഗോട്ട് ബൗളേഴ്സിന്റെ ഇടയിൽ ഉണ്ടെങ്കിൽ അയാളുടെ പേരാണ് ബുംറ എന്ന് വീണ്ടും തെളിയിക്കാൻ. അതാണ് രവിശാസ്ത്രി കമന്ററിയിൽ പറഞ്ഞത്. ബോൾ എന്ത് ചെയ്യണം എന്ന് അയാള് ബോളിനോട് പറയുന്നു, ബോള് അയാളെ അനുസരിക്കുന്നു എന്നാണ് രവിശാസ്ത്രി കമന്ററിയിൽ പറഞ്ഞത്. ആ ഒരു ഓവറിലെ ബ്രേക്ക് ത്രൂവും അത്ര എളുപ്പത്തിൽ അവർക്ക് വിജയം എത്തിപ്പിടിക്കാവുന്നതിൽ നിന്ന് ആ മാച്ചിനെ ടൈറ്റാക്കി കൊണ്ടുവന്ന ബുംറയുടെ ആ ഒരു ഓവർ, അതുപോലെ തന്നെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ തീരുമാനങ്ങൾ, കിങ് കോഹ്ലി എന്ന് വെറുതെ വിളിക്കുന്നതല്ല, അയാള് വലിയ വേദികളിൽ അയാളുടെ മനസാന്നിധ്യം, ഈ ഇന്നിങ്സിന് അയാൾ പേസ് ചെയ്ത രീതി, നമുക്കിപ്പോ അതിലെ റൺ റേറ്റിന്റെ കാര്യമൊക്കെ ഇപ്പൊ പറയാം. പക്ഷെ ഒരു അറ്റത്ത് അയാൾ നങ്കൂരം വിട്ടില്ലായിരുന്നെങ്കിൽ ഈ 176 നമ്മൾ എത്തില്ലായിരുന്നു. അവസാനത്തെ 26 റണ്ണിലേക്ക് അയാൾ 11 ബോളിൽ എത്തിയപ്പോ അവിടെ പേസ് കൂട്ടേണ്ടപ്പോ അയാൾ കൂട്ടിയത്. അയാള് ഇത്രയും കാലം ഈ രാജ്യത്ത് നടത്തിയ സേവനത്തിൽ അയാൾ പടിയിറങ്ങുമ്പോ ഒരു വിജയം കൂടെ സമ്മാനിച്ച ഒരു ട്രോഫി നമ്മുടെ കൈകളിലേക്ക് സമ്മാനിച്ചിട്ട് അയാൾ ഇറങ്ങുന്നു. അവസാന ഓവറിൽ 16 റൺസ് വേണ്ടെടുത്ത് മില്ലറുടെ ബാറ്റിൽ നിന്ന് പോയ ബോൾ ബൗണ്ടറി കടന്നു എന്ന് നമ്മൾ ആശങ്കപ്പെടുന്ന സമയത്ത് നമ്മളെ വിസ്മയിപ്പിച്ച ഒരു ക്യാച്ചിന്റെ മനോഹാരിത കൊണ്ട് മാത്രമല്ല, ആ സമയത്തെ പ്രസൻസ് ഓഫ് മൈൻഡ്, ബോള് ബൗണ്ടറി കടക്കുമെന്ന് ഉറപ്പായപ്പോ കയ്യിൽ നിന്ന് ബോളിന് റിലീസ് ചെയ്ത് ബൗണ്ടറിക്ക് പുറത്ത് കാലുത്തി ജമ്പ് ചെയ്ത് അകത്തേക്ക് വരുമ്പോഴത്തേക്കും ബോൾ വീണ്ടും കയ്യിൽ വെച്ച് രാജ്യത്തിന് കപ്പിനെ തിരിച്ചു പിടിച്ച സൂര്യകുമാർ യാദവിന്റെ ക്യാച്ച്, ഇതൊക്കെ മനോഹരമായിരുന്നു. ഒരു ചെറിയ പ്രയാസം, സഞ്ജു സാംസൺ ഉറപ്പായിട്ട് ഒരു അവസരം ഇതിന്റെ ഇടയിൽ കൊടുക്കേണ്ടതായിരുന്നുള്ളത്, പക്ഷെ അതിപ്പോ പറയുന്നില്ല. പിന്നൊന്ന് പറയാനുള്ളത് സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റ് ടീമിനെ പറ്റിയാണ്. സത്യം പറഞ്ഞ ഇന്ത്യ ജയിച്ചതിലുള്ള അഭിമാനവും സന്തോഷവും നമുക്ക് പങ്കുവെക്കാതിരിക്കാൻ കഴിയില്ല. എന്നെങ്കിലും ഇന്ത്യ കളിക്കാത്തൊരു ഫൈനലും വരാതിരിക്കട്ടെ എന്ന് നമ്മൾ ആശിക്കുന്നു. എങ്ങാനും വന്നാൽ അതിൽ തീർച്ചയായിട്ടും സൗത്ത് ആഫ്രിക്ക കപ്പടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ക്രിക്കറ്റ് പ്രേമികൾ ചിലപ്പം രാജ്യത്തിന്റെ അതിർത്തികളിലെല്ലാം അതീതമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. നന്ദി ഷാഫി. എന്തായാലും വലിയ സന്തോഷത്തിൻ്റെ, വലിയൊരു ആഹ്ലാദത്തിൻ്റെ ഭാഗമായതിൽ ഷാഫി പറഞ്ഞതുപോലെ തന്നെ ആ ക്യാച്ച്, അത് ആ പ്രസൻസ് ഓഫ് മൈൻഡ്, അതിനാണ് കയ്യടി. ഇപ്പോൾ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ സംസാരിക്കുകയാണ് പ്രസന്റേഷൻ സെറിമണിയിൽ. ഒരുപക്ഷെ ഈ ഒരു നിമിഷം പലകുറി നമ്മൾ കാത്തിരുന്നതാണ്. കഴിഞ്ഞ നവംബർ 19 ആ രാത്രിയിൽ രോഹിത് ഇതുപോലെ അഹമ്മദാബാദിൽ നിന്ന് സംസാരിക്കുന്നത് കാണാൻ കാത്തിരുന്നവരായിരുന്നു നമ്മളെല്ലാവരും തന്നെ. പക്ഷേ ആ നിമിഷം അടങ്ങുന്ന രോഹിത്തിനെയാണ് നമ്മൾ കണ്ടത്. അതുണ്ടായില്ല. പക്ഷേ രോഹിത് ഇതാ വളരെ സന്തോഷവാനായി. രോഹിത് നിലത്ത് കിടക്കുന്ന ആ ഒരു കാഴ്ച കണ്ടിരുന്നു നമ്മൾ സന്തോഷത്തോടു കൂടി. സങ്കടം അത്ര കണ്ട് കരഞ്ഞുകൊണ്ട് രോഹിത്തിനെ കണ്ടു. പലകുറി ഒരുപക്ഷെ ക്രിക്കറ്റിൽ നിന്ന് ആ ഒരു തോൽവിയിൽ നിന്ന് കരകയറാനാവാതെ പാടുപെട്ടിരുന്ന രോഹിത്തിനെ കണ്ടു. എന്തിന് രോഹിത് കളിക്കുന്നു, വലിയ രീതിയിൽ ബോഡി ഷെയ്മിങ് അടക്കം നേരിട്ട് കൊണ്ടുവരുന്നു. ഇങ്ങനെ വരുന്നു. ഇനി കിരീടം ഏറ്റുവാങ്ങുന്ന ആ നിമിഷത്തിന് വേണ്ടിയുള്ളതാണ് കാത്തിരിപ്പാണ്. ഒരു ഇടവേളയെടുത്ത് നമുക്ക് ഈ വാർത്തകളും വിശേഷങ്ങളിലേക്ക് മടങ്ങിയെത്താം പ്രിയ പ്രേക്ഷകരെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.